നിന്നോടെ സ്വന്തമത്രേ എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ യേശുവേ യേശുവേ കുമ്പിടുന്നേൻ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. വായിക്കുന്ന വാക്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ മതി. ഇത് പ്രമാണിക്കുകയും ഭൂമിയിലകത്ത് താളുകളുടെ ഒരു സങ്കീർത്തനം. ആമേൻ. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും നിങ്ങളെല്ലാവരും ചാഞ്ഞു മതിലും ആടുന്ന വേലിയും പോലെ ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ എത്രേ അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നു. അവർ നിരൂപിക്കുന്നത്. അവർ ബോഷ്കിൽ ഇഷ്ടപ്പെടുന്നു. അവർ ബോഷ്കിൽ ഇഷ്ടപ്പെടുന്നു. വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു. വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു. എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തെങ്കിൽ എന്റെ സങ്കേതവും ദൈവത്തെങ്കിലാകുന്നു. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കും. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഭോഷ്കുമത്രേ. ഉല്ലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. ഒരു ശ്വാസത്തെക്കാൾ ആകപ്പാട് ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്. പീഡനത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ദൈവം ഒരിക്കലും അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടു. കേട്ടുമിരിക്കുന്നു. കർത്താവേ ദയയും നിനക്കുള്ളതാകുന്നു. കർത്താവേ ദയ നിനക്കുള്ളതാകുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. യേശുവേ സ്തുതിക്കുന്നു. കർത്താവേ വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ ആരാധനയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആരാധനകളും സ്വർഗത്തിൽ നിന്ന് നൽകി തരുമാറാണ്. തിരുനാമത്തോട് കുറവാകട്ടെ. അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇരിക്കാം. ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ കൃപ നൽകി. ദൂരെയായിരിക്കുന്ന സാജൻ ഭവനവും അതുപോലെ തന്നെ മറ്റ് ജെയ്സനും അതുപോലെ തന്നെ പലയിടങ്ങളിലായി ശ്രദ്ധിക്കുന്ന ജീവിതങ്ങൾക്കും സന്നിധരായിരിക്കുന്ന ഏവർക്കും വേഗപ്പെടുന്നതായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവ് നമുക്ക് ഒരാഴ്ച കാലവും കൂടി കർത്താവിനെ ആരാധിക്കാൻ കൂടി വരുവാനുള്ള അവസരം തന്നു. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വീണ്ടും പ്രത്യാശയോടുകൂടി വരികയാണ്. ഏത് ആരാധനയിലും ഓർക്കേണ്ടത് നമ്മെ വിളിച്ച ദിവസത്തെയാണ്, നമ്മെ വിടുവിച്ച ദിവസത്തെയാണ്, നമ്മെ പ്രത്യാശിക്കുമാറാക്കിയ ദിവസത്തെയാണ്. മറന്നു പോകുന്നു. ഒരു പ്രത്യാശയില്ലായിരുന്നു നമ്മെ പ്രത്യാശയുള്ളവരാക്കി തീർന്നു. ലോകത്തിന്റെ കണികളിലായിരുന്നു നമ്മെ ലോകത്ത് നിന്ന് വിടുവിച്ചതും. നമുക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കൊരു വലിയ നന്മ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും അത് പ്രാപിപ്പാൻ വേറെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ള സാക്ഷ്യം മതി എന്നുള്ള വർത്തമാനമെല്ലാം നമ്മെ കേൾപ്പിച്ചത്
മനുഷ്യനല്ല, ദൈവമാണ്. ആ പ്രത്യാശയിലേക്കാണ് നമ്മൾ അടുത്ത് ഓരോ ദിവസവും പ്രതീക്ഷിച്ച് ആരാധനയ്ക്ക് നമ്മൾ സമയം വേറെ കണ്ടെത്തി അതിലേക്ക് സമർപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയും പോലെ തന്നെ ഇസ്രായേൽ ഗോത്രം 12 രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചില്ല. അതിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഒരു യഹൂദന് സാധിക്കാത്തത് സാധിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സാധിക്കുമോ? യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നോക്കണം. യഹോവ എന്നൊരു വാക്ക് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും അത് തമാശയായിട്ട് പറയും. പലരും, ഞാൻ അറിയുന്ന ഒരു ദേശത്തുണ്ട്, അതിലൊരാളുടെ പേര് യഹോവ എന്ന്. അയാൾ പേരിട്ടിരിക്കണം. നാട്ടുകാരെല്ലാവരും കൂടി പരിഹസിക്കാന്നൊക്കെ ഒരു പേരിട്ടിരിക്കണം. അതേ സമയത്ത് ഒരു കൂട്ടം നിൽക്കുവാണെങ്കിൽ അതിലൊരു യഹൂദൻ ഉണ്ടെങ്കിൽ യഹോവ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒന്നുമില്ല, അവൻ അവിടെ വീഴും, അല്ലെങ്കിൽ അവൻ അപ്പം തന്നെ മാറിപ്പോയി. കാരണം കർത്താവിന്റെ നാമം ഒരാൾ ഉച്ചരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറയ്ക്കോ, അവന്റെ പ്രവൃത്തി യാത്രമാണ്. അതുപോലെ തന്നെ അവൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. യഹൂദന്റെ ജീവിതം, ഒരു യഹൂദൻ, സാക്ഷാൽ യഹൂദന്റെ ഭാര്യ വീട്ടിൽ ജീവിക്കുന്നത് അത്ര ഭയപ്പെട്ടിട്ടാണ്. കാരണം തനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും എന്റെ കയ്യിൽ നിന്നൊരു പിഴവ് വന്നാൽ വചനത്തിന്റെ പ്രമാണം പറഞ്ഞത് നിന്നോട് കൂടെ ശയിക്കുന്ന ഭാര്യ, നമുക്ക് അവിടെ ഒരു അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, അവിടെ ഒരു ആരാധനാ സ്ഥലമുണ്ട്, അവിടെ പ്രത്യക്ഷതയുണ്ട്, നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞാൽ നീ അവളെ ഒളിപ്പിക്കരുത്. അവൾ പറഞ്ഞ ആ വാക്ക് അങ്ങനെ തന്നെ എടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരെ എടുത്ത് കൊണ്ടുവന്ന് അവർ ചർച്ചയ്ക്ക് വെച്ചതിന് ശേഷം വിസ്തരിച്ച് അവളെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് കല്ലെറിഞ്ഞു കൊന്നുകളാണ്. ഒരു ഭവനത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതം, സാക്ഷാത് ദൈവഭക്തന്റെ കുടുംബത്തിലെ അവസ്ഥയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം പ്രമാണം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും മാതാപിതാക്കൾ പറഞ്ഞിട്ട് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത കുഞ്ഞിനെ കൊണ്ടുവന്നതിന് ശേഷം പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം, ദാസന്മാരെ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അനുസരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഷഠനും ഉപദ്രവിയുമായ ഇവൻ എല്ലാവർക്കും ദോഷമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. ആ പട്ടണത്തിലെ മൂപ്പന്മാര് അവധി വെച്ചതിന് ശേഷം അവനെ പരിശോധിച്ച് അവന് നേർവഴിക്ക് നടക്കാനായിട്ടുള്ള അവസരം കൊടുത്തതിന് ശേഷം സാധിക്കുന്നില്ല എങ്കിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നിർത്തി ആ കുഞ്ഞിനെ കല്ലെറിഞ്ഞ് കൊന്നുകളാണ്. ആദ്യത്തെ കല്ല് അപ്പന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് വരണം. സാക്ഷാൽ ഇസ്രായേലിന്റെ ഭവനത്തിന്റെ കാര്യമാണ്. ഇനി കുടുംബനാഥന്റെ കാര്യമാണെങ്കിലോ, ഒരു ദിവസം ബേത്ലഹേം പട്ടണത്തിലേക്ക് ശമൂവേൽ പ്രവാചകൻ അങ്കിയൊക്കെ ധരിച്ച് തന്റെ വസ്തുവകകളൊക്കെ ആയിട്ട് വന്നു. കണ്ടപ്പോഴേ ആദിയായി. ബേത്ലഹേം പട്ടണത്തിലുള്ള ജനത്തിന്, അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർക്ക്, അവിടെ ഉണ്ടായിരുന്ന കുടുംബനാഥന്മാര്, അവിടെ ഇരുന്ന പുരുഷന്മാരെല്ലാം ആദി കയറി. പ്രവാചകൻ അന്ന് പട്ടണത്തിന്റെ വാതിലുണ്ട്, ആ പട്ടണത്തിന്റെ വാതിലിലേക്ക് വരുമ്പോ ഇങ്ങനെ വിറച്ചോണ്ട് ചെന്ന് പട്ടണത്തിന്റെ മൂപ്പൻ ചെന്ന് ചോദിച്ചു, പ്രവാചകനെ, ദർശക ശമൂവേലേ, നിന്റെ വരവ് ശുഭമാണോ? കാരണം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ദൈവത്തോട് പിഴച്ച് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് കൊണ്ടുവന്ന് വിസ്തരിച്ച് കൊന്നുകളയാനാണോ ഈ ആള് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. കാരണം ന്യായാധിപനാ. ദൈവത്തിന്റെ വചനം പറയുന്നത്, സാക്ഷാൽ യഹൂദന്റെ വീട്ടില് ഒരു ഭാര്യ ജീവിക്കുന്നത്, കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്, യഹൂദൻ ജീവിക്കുന്നത് വിറച്ചുകൊണ്ടാണ്.
കാരണം അങ്ങനെയാണ് യോശുവ പറഞ്ഞത്. അതുകൊണ്ടാ സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ടാവില്ല. ഈ ദൈവത്തെ സേവിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങൾ പോയി വേറെ വല്ല ദൈവത്തെ സേവിക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇവൻ പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ കരുണയൊന്നുമില്ല, കൊന്നുകളയും. ഇതാണ് ഈ യഹൂദനാണ് തോറ്റുപോയ ഫീൽഡിലാ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ യഹൂദൻ സംസാരിച്ചിരുന്ന ശുശ്രൂഷയുടെ സ്ഥാനത്താണ് ഇന്ന് ഈ എളിയവൻ നിൽക്കുന്നത്. ആ സ്ഥാനത്താണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും കാര്യം സാധിച്ചെന്ന് വിചാരിക്കും. ഞാൻ മിടുക്കനാ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ തോറ്റുപോയി പിന്മാറിയ ആര് ഇവിടെ ഈ സ്ഥാനത്ത് നിന്നിരുന്ന് തോറ്റുപോയി പിന്മാറിപ്പോയവൻ അല്ലെങ്കിൽ തള്ളപ്പെട്ടു പോയവൻ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദൈവമേ തന്നെത്താൻ താഴ്ത്തിപ്പോകും, തന്നെത്താൻ താഴ്ത്തിപ്പോകും. ഒരു സാക്ഷാൽ യഹൂദൻ അപ്പം വിളിച്ചുകൊണ്ട് പോവുക. തന്നെ ഈ ലോകത്തിൽ ഇതുപോലെ സ്നേഹിക്കുന്ന ആരും ഇല്ലെന്ന് ഇസ്ഹാക്കിനറിയാം. തന്റെ അപ്പൻ ഈ ലോകത്തില് തന്നെ പോലും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നെ സ്നേഹിക്കണമെന്ന് അത് മോനും അറിയാം. പക്ഷെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോ കൊണ്ടുപോവുക. പോകുന്ന വഴിക്ക് അപ്പന്റെ മുഖത്ത് തീരുമാനം കാണാം, എല്ലാ കാര്യമൊന്നും അറിയാൻ മേല. പോയി അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ചോദിച്ച്, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, മൃഗം അവിടെ, ദൈവം കരുതിക്കൊള്ളും പോലെ നീ പോയി അവിടെ ചെന്നപ്പോ കയ്യും കാലും കെട്ടി, രംഗം മാറി. കയ്യും കാലും കെട്ടി, ചിത ഒരുക്കി, അവിടെ യാഗപീഠമൊക്കെ ഒരുക്കി, അതിനകത്ത് വിറകൊക്കെ അടുക്കി കൊണ്ടുവന്ന് മോനെ കയറ്റി കിടത്തി. കാര്യം മനസ്സിലായി. കത്തി എടുത്തു. ഇത്രേ ഉള്ളൂ ഒരു യഹൂദന്റെ ബന്ധം. ഇത്രേ ഉള്ളൂ. എന്റെ അപ്പൻ ഇതിനേക്കാൾ അപ്പുറം വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. പക്ഷേ എന്റെ അപ്പനും ഞാനും തമ്മിലുള്ള ബന്ധത്തിനിടയിലും ഒരാളുണ്ട്. അവനാണ് യഹൂദൻ. ആ യഹൂദനെയാണ് മാറ്റി നിർത്തിയതിനു ശേഷം ഈ വിളിച്ചിവിടെ കൊണ്ടുവന്ന് നമ്മെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഓരോരുത്തരും അവനവർ പ്രവർത്തിക്കുന്ന കൊള്ളം പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കും. ഭയപ്പെടുക. കാരണം ഇത് മനുഷ്യനാൽ സാധ്യമല്ല. ഇച്ഛിക്കുന്നവരാലും ഓടുന്നവരാലും സാധ്യമല്ല. കാരണം ദൈവത്താൽ മാത്രമേ സാധിക്കൂ. ആ സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് താൻ മാത്രമാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്നും നമ്മൾ പ്രത്യാശ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടേതായിട്ടുള്ള ശാഠ്യം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം എല്ലാം ഭംഗിയായി കർത്താവിന്റെ സന്നിധി അത്രയും കഷ്ടത അനുഭവിച്ച ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ കൊണ്ടുവരണം. കാരണം പെട്ടകം ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ കിടക്കുക. അങ്ങനെ കിടക്കുന്ന ആ പെട്ടകം തന്റെ വീട്ടിൽ കൊണ്ടുവരണം ഒരു ആഗ്രഹം ന്യായമാണ്, ദൈവത്തിന് പ്രസാദിച്ച കാര്യമാണ്. അതിനുവേണ്ടി വ്യവസ്ഥ നോക്കാതെ 30,000 പേരെ കൂട്ടി, വിരുദ്ധന്മാരെ കൂട്ടി കൊണ്ടുവന്നു. പോകുന്ന വഴിക്ക് തന്റെ കൂട്ടുകാരനാ ഉസ്സ പെട്ടകം മറിയുമെന്ന് കാള വരണ്ടു. പെട്ടകം മറിയുമെന്നായപ്പോൾ ഉസ്സ കയറി പെട്ടകം താങ്ങി. ഇത്രേ ഉള്ളൂ. ആരും ദൈവദൂഷണം പറഞ്ഞതൊന്നുമല്ല, ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചതുമല്ല. പിന്നെ എന്തു പറ്റി? പെട്ടകം താങ്ങി. ഉസ്സ അവിടെ വീണ് മരിച്ചു. ദാവീദിന് യഥാർത്ഥത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് അന്ന് ദാവീദിന് ദേഷ്യം വന്നു. ആ വാക്യം മൂല വാക്ക് വായിക്കണം. എന്ത് ചെയ്യും? ഓർക്കണം, ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടെ പല അനുഭവങ്ങളും കൂട്ടിയായി പറയാം. എന്ത് ചെയ്യണം? ഞാൻ പണ്ട് താനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കുന്തം വിഴുങ്ങുന്നത് കിടക്കുന്നുണ്ട്, പുഴുവിഴുക. ജാതികളുടെ അല്ല, കുന്തം വിഴുങ്ങുന്നത് പറഞ്ഞാൽ കൊടുങ്ങ വിഴുങ്ങാം. ശരി, നീ ചത്തുപോയാൽ കൊണ്ടു വിഴുങ്ങാം. അത് വിലങ്ങനെ വിഴുങ്ങണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ
ഇത് പൂർത്തിയാക്കിയവൻ, ഇത് വ്യവസ്ഥ പ്രകാരം ഇത് പ്രാപിച്ചവൻ ആരെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രയാസം, ഒരു പ്രയാസമായി. അവൻ ഇത്രയും അനുഭവിച്ചവൻ ആ പെട്ടകത്തിന്റെ മുമ്പിൽ തന്റെ കൂട്ടുകാരൻ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഈ മതി, ഇനി പെട്ടകം കൊണ്ടുവരണ്ട. പ്രശ്നം തീർന്നല്ലോ. പെട്ടകം കൊണ്ടുവരുന്നില്ല. പെട്ടകം കൊണ്ടുപോയി അടുത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയി വെച്ച്. ഞാൻ എല്ലാം പിരിച്ച് പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരും പിരിച്ച് പറഞ്ഞു വിട്ടു. സങ്കടമുണ്ട്, സങ്കടം. സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ ദാവീദിനെ കുറ്റം പറയും. ദാവീദ് അങ്ങനെ എന്ന് ആ ഛേദിച്ച ഛേദം, ആ ഛേദിച്ച ഛേദത്താൽ എന്നേ ഞാൻ ഇല്ലാതെ പോകേണ്ടതായിരുന്നു. ഉടയവന്റെ കരുണ ഒന്ന് മാത്രമാണ്, ഉടയവന്റെ കൃപ ഒന്ന് മാത്രമാണ് ഇന്നും ഈ സ്ഥാനത്ത് നാം നിൽക്കുന്നു. കർത്താവ് സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുന്നു. എന്ത് ആരാധന, എന്ത് സ്തുതി, എന്ത് സ്തോത്രം! ഉടയവന്റെ കരുണ. കർത്താവേ, നിന്നെ ആരാധിപ്പാൻ എന്നെ പ്രാപ്തനാക്കണം, എന്നെ ശക്തിപ്പെടുത്തണമേ എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് പറയാനുണ്ട്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഒറ്റ കാര്യം മാത്രം, ദൈവമേ, സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ എന്നെയും ആദരിക്കാതെ വന്നേക്കാം. യഹൂദനെ ആദരിക്കാതെ വന്നെങ്കിൽ ഈ ജാതിയായ എന്നെ പിടിച്ചുകൂടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഞെളിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുവോ? നിൽക്കില്ല. കൃപയുടെ കാലമായതുകൊണ്ട് ഇന്നും തീയിൽ പോകാതെ ദൈവം നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രം നമ്മുടെ ജീവിതത്തിലെ അഭിമാനമായാൽ മതി. പ്രശംസിക്കുന്നവൻ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കട്ടെ. ഉടയവന്റെ കരുണ. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനം, ആ 62 സങ്കീർത്തനത്തിന്റെ 1 വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും. എന്താണ് വായിക്കുന്നത്? എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന എന്റെ രക്ഷാവുക. അതെന്താ ഇതേ കാരണം? എന്റെ ഉള്ളം ദൈവത്തെ നോക്കി എങ്ങനെ ഇരിക്കുന്നു? വെറുതെ ഇരിക്കാതെ നമ്മൾ പറയല്ലോ, വെറുതെ എന്നെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇതങ്ങനെയല്ല, ഒറ്റ ഇരിപ്പാ. എന്താ? മിണ്ടാതെ മൗനമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു സംസാരമില്ല, ഉള്ളം. അതെന്താ ഇതിന്റെ കാരണം? ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയുടെ രക്ഷയ്ക്കായിട്ട് മിണ്ടാതെ കാത്തിരിക്കുന്നത്. വിലാപങ്ങൾ പുസ്തകം 3:26 വായിക്കും. വേഗം വായിക്കണം. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വേഗം വായിക്കണം. എന്നാലേ നമുക്കത്. വിലാപങ്ങളുടെ പുസ്തകം 3:26 പുസ്തകം പറഞ്ഞ അപ്പം എടുത്ത് വായിക്കണം. യഹോവയുടെ രക്ഷയ്ക്കായിട്ട് എങ്ങനെ മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. അപ്പൊ ദൈവത്തിന്റെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? മിണ്ടാതെ കാത്തിരിക്കണം. അപ്പൊ മിണ്ടാതെ കാത്തിരിക്കുന്നതും മിണ്ടിയാലുള്ള പ്രത്യേകത എന്താ? മിണ്ടിയ എന്നാ കുഴപ്പം? ഇടയ്ക്ക് മിണ്ടിക്കൊണ്ടിരുന്നതിന്റെ കുഴപ്പം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാം? പ്രശ്നം എഴുതിയിരിക്കുന്നത് അടുത്ത് വായിച്ചേ. ബാല്യത്തിൽ നുകഞ്ഞു നോക്കുന്ന ഒരു പുരുഷന് നല്ലത് അവന്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിക്ക് മൗനമായിരിക്കും. കഴുത്തൽ എന്ത് വെച്ചിരിക്കുക? മുഖം വെച്ചിരിക്കുക. സഹിക്കോ? ശാസ്ത്രം നല്ല മാന്യമായിട്ട് ജീവിക്കാനായിട്ട് ഇനിയൊന്നും യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശയെ നോക്കി എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തില് ഞാൻ വന്ന് സ്നാനപ്പെട്ട് ദൈവാത്മാവിനെയൊക്കെ പ്രാപിച്ച് ഇനി ഒരിക്കലും പിന്തിരിഞ്ഞു പോകാതെ കർത്താവിലേക്ക് തന്നെ നോക്കി ജീവിക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും കന്നാലിയുടെ കഴുത്തിൽ വെക്കുന്ന പോലെ ഒരു മുഖം എന്റെ കഴുത്തിൽ കൊണ്ട് വെച്ചിരിക്കുന്നു. സഹിക്കോ? ഈ മുഖം കഴുത്തിൽ വെച്ചാൽ പിന്നെ പിള്ളത്തെ അവസ്ഥയെന്ന് പറയും. കഷ്ടതയാ, പ്രശ്നങ്ങളാ. പിന്നെ നുകഞ്ഞു നോക്കുന്ന ഒരു പുരുഷന് നല്ലത് പിന്നെ അവന്റെ മേൽ വെച്ചിരിക്കാനോ ധരിച്ച് മൗനമായിരിക്കട്ടെ. അപ്പൊ അവന് എന്ത് ചെയ്യ? മുഖത്തെ എന്ത് ചെയ്യണം? പൊടിയോളം താഴ്ത്തട്ടെ. ഒരു മനുഷ്യൻ ആരാന്ന് അറിയണമെങ്കിൽ അവൻ എന്ത് വരണം? എല്ലാരും കൊണ്ട് നിൽക്കുക, എല്ലാവരും നിൽക്കുക.
വന്നപ്പോഴത്തേക്കും എല്ലാവരെയും മാനിച്ചു. അയ്യോ സ്വതം എല്ലാവരും മാനിച്ചു. ഇനി എന്നെ മാത്രം മൈൻഡ് ചെയ്തില്ല. അപ്പൊ അറിയാം ഞാൻ ആരാണ്. ഒരു മനുഷ്യൻ ആരാന്ന് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? താഴ്ച വരണം. അവനെ താഴ്ത്തണം. വചനം പറ. അവൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി ഈ 40 വർഷം നടത്തിയത് നീ നിന്റെ ഓർത്തിരിക്കണം. അപ്പൊ നിന്നെ എന്ത് ചെയ്തത്? പരീക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു? താഴ്ത്തി പരീക്ഷിച്ച് ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്നറിയാൻ. സ്തോത്രം. കാരണം വരും. താഴ്ത്തി പരീക്ഷിക്കുമ്പോഴാണ് വരുന്നത്. ഇന്നലെയും നാളെ എന്റെ അടുത്ത് വരും. ഇപ്പൊ അവൻ ജയിച്ചെന്നിരിക്കാം. പക്ഷെ ഇന്നലെയും നാളെ എന്ത് ചെയ്യും? എന്റെ അടുത്തും വരും. പക്ഷെ വചനം പറയുന്നത് അറിയാമോ? ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യണം? പറ. മിണ്ടാതെ കാത്തിരിക്കണം. കാരണം മിണ്ടാൻ തക്കോണം പലതും കാണും. ഒരു പൊടിയോളം താഴ്ത്തട്ടെ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിഷമം വിചാരിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ അപമാനിക്കപ്പെട്ട് പൊടിയോളം താഴ്ത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം ഉണ്ടാവും. പക്ഷെ വചനം പറയുന്നത് ദൈവത്തിന്റെ രക്ഷയ്ക്കായി കാംക്ഷിക്കണം എന്ത് ചെയ്യണം? മിണ്ടാതെ എങ്ങനെ ഇരിക്കണം? മൗനമായിരിക്കണം. ഇനി അടുത്ത് വായിച്ചേ. വെറുതെ അല്ല. തന്നെ അടിക്കുന്നവന് കൗള് കാണിക്കട്ടെ. അടിയാണ് തന്നെ. അടിയാണ് വരുന്നത്. അവള് വെച്ചു കൊടുത്തു. അടിച്ചോ. പക്ഷെ ഒരു കാര്യമുണ്ട്. പ്രശ്നം തീരും. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു സഹോദരൻ ഡൽഹിയിലായിരുന്നപ്പോ ആ സഹോദരന് അനിയനെ കൊണ്ട് ഒരു രക്ഷയില്ല. അനുജൻ ഇദ്ദേഹം ചേട്ടൻ വിശ്വാസത്തിൽ വന്നു എന്നുള്ള കാരണത്താൽ അനിയൻ അത്ര ഉപദ്രവം, മാത്രം ഉപദ്രവിക്കുക. ചേട്ടൻ ഒന്നും മിണ്ടൂല. എല്ലാം സഹിച്ച് അവനിഷ്ടമുള്ളതെല്ലാം പറഞ്ഞോട്ടെ, അവനിഷ്ടമുള്ളതെല്ലാം ചെയ്തോട്ടെ. ഇതെല്ലാം വന്നു ഒന്നും. ഒരു ദിവസം എഴുന്നേറ്റ് വന്നപ്പോഴേക്കും രാവിലെ തുടങ്ങുമല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും തന്നെ അനിയൻ തന്റെ പണി തുടങ്ങി. പിന്നെ നിന്നെ ഞാൻ കഴുതപ്പിച്ചാല് പുറത്ത് കളഞ്ഞിട്ടുള്ളൂ. 2 വാക്കൊക്കെ പറഞ്ഞു. അനിയൻ പറയാ, പോട്ടെണ്ണ, നമ്മള് സഹോദരന്മാർ. പ്രശ്നം തീർന്ന്. എവിടെ പ്രശ്നം തീർന്ന്? ഇതിന് വേണ്ടിയിട്ടായിരുന്നു. എത്ര നാളെ നീ എങ്ങനെ ഇരിക്കുന്ന? എത്ര ദിവസമായി നീ മൗനമായിട്ടിരിക്കുന്നു? ഉറക്കും കണി ഉള്ളത് നീ പറഞ്ഞതിന്റെ വായിന്ന് വരും. അവിടെ ഇരിപ്പുണ്ടല്ലോ, അതിനകത്ത് ഇരിപ്പുണ്ട്. അതാ ഈ പെൺകുട്ടി കിടന്നോണ്ട് ഈ കിടന്ന് കറങ്ങണേ. നീ പിന്നെ കാര്യം നോക്കും. ഞാൻ അടുപ്പില് ഇത് ചൂടും കഴിഞ്ഞോണ്ടിരിക്കുന്നത് വെറുതെ എന്നെ ഉപദ്രവിക്കുന്നത് ആരും പറഞ്ഞു. നീ നിന്നെ അവരോട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും പോവില്ല. എനിക്കറിഞ്ഞ ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നു നിനക്ക് എന്നത് ഇതിന്റെ കാര്യം പോവോ? കാരണം പിറകിൽ ആളുണ്ട്, വേറെ ആളുണ്ട്. അത് ഇവനറിയുന്നില്ല. അവസാനം ഇവന്റെ ശബ്ദം കേട്ടാ അറിയാം, എന്റെ ഭാഷ. നസ്രാന യേശുവിനോട് കൂടെ നടന്ന് വന്ന് അവന്റെ ഒക്കെ വാക്ക് കേൾക്കുമ്പോൾ അറിയാലോ ഇത് ഇന്നടുത്ത് ഉപദേശമാണ്. പോവില്ല. പോവും. എന്ത് ചെയ്താൽ ഈ മൗനത ഒന്ന് വെടിഞ്ഞാൽ, എന്തിനീ മൗനം? ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പൊക്കോളും. പഴയതുപോലെ മറ്റേ കൂട്ടുകാർ തിരിച്ചും വരും. മറ്റേത് വിട്ടുപോയവര്. എന്റെ പിന്നെ ഞാൻ അറിയുന്നില്ല. അവസാനം പോകുമ്പോഴേ പ്രാകാൻ തുടങ്ങി. മതി, നീ പെണ്ണിനെ കംപ്ലൈന്റ് ഇല്ല. അല്ലെങ്കിൽ പോട്ടെ. പെണ്ണും പോയി, എല്ലാവരും പോയി. അതിന്റെ കൂടെ പ്രാഗൽഭ്യവും പോയി. പെണ്ണിന്റെ കൂടെ എന്ത് പോയി? ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യവും പോയി. എത്ര നാളിരിക്കും?
സങ്കീർത്തനക്കാരൻ പറയാം, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്റെ രക്ഷ, ആ, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. എത്ര നാൾ നീരിക്കും? മിണ്ടാതെ കാത്തിരിക്കണം. നോക്കം കൊണ്ട് വെച്ച് ഞാൻ മിണ്ടില്ല. നോക്കം കൊണ്ട് വെച്ച് അപമാനിച്ച് പൊടിയോളം താഴ്ത്തി. ഇങ്ങോട്ട് ഓടും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ. തല പൊടിയോളം താഴ്ത്തി. മുഖം തുപ്പലിന് മറയ്ക്കരുത്. ഓ, മുഖത്ത് എന്ത് വന്നു? തുപ്പലോ. മൗനത വിടുന്നില്ല. മൗനം വിടുകയില്ല എന്ന് കണ്ടപ്പോൾ കാര്യം അങ്ങ് മാറി. അടുത്ത് വായിച്ചേ. അവൻ വേണ്ടുവോളം നിന്നെ അനുഭവിക്കട്ടെ. വേണ്ടുവോളം നിന്നെ അനുഭവിക്കട്ടെ. കർത്താവ് നീക്കും തള്ളിക്കളയുകയില്ല. കർത്താവ് സ്തോത്രം. ഈ മൗനം ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാത്തിരിക്കുന്ന മനുഷ്യൻ്റെതാണ്. അവൻ ഈ മൗനതം വിടുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കളി വേറെയാണ്. കാര്യം വേറെ നിലയിലേക്ക് തിരിഞ്ഞു വരാൻ പോവാ. ഓ, അനുഭവിച്ചു. എന്തെങ്കിലും വന്നോട്ടെ, മുഖം തുപ്പലിന് മറയ്ക്കണ്ട. രണ്ടോളം നിന്നെ അനുഭവിക്കാം. മുഖത്തെ പൊടിയോളം താഴ്ത്താം. മുഖം വെച്ചോ. എന്റെ മൗനത ഞാൻ വെടിയുകയില്ല എന്നൊരു തീരുമാനമുണ്ടോ? വചനം പറയുന്നത് കർത്താവിലേക്കും തള്ളിക്കളയുന്നവനല്ല. ഇതേ അനുഭവം തന്നെയാ എവിടെ ഈ 66 സങ്കീർത്തനം. എന്താ? ഒറ്റ കാര്യമുള്ളൂ, ഇവന്റെ പദവിയിൽ നിന്ന് ഇവനെ തള്ളിയിടുവാൻ എത്രയും നിരൂപിക്കുന്നു. ആ പദവി പോവും. ഇപ്പൊ 62 സങ്കീർത്തനക്കാരൻ എന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു പറയുക. അപ്പൊ ഇവനെ കൊണ്ട് എന്തെങ്കിലും പറയിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം അങ്ങ് പോകും. എന്താ? പറ പദവി അങ്ങ് പോകും. ഒരു സ്ഥാനം അതങ്ങ് പോകും. അതെന്തോരു സ്ഥാനം, അതെന്തൊരു സ്ഥാനം. ഈ കളിയൊക്കെ മാറി. കാദേശപുരനൊക്കെ കഴിഞ്ഞു, മരുഭൂമിയൊക്കെ കഴിഞ്ഞു, യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് കയറി. ഇസ്രായേൽ ഗോത്രം 12 വിളിച്ച് അവർക്ക് അവകാശം കൊടുക്കുന്ന ഒരു സന്ദർഭം ബാക്കിയുണ്ട്. മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന പദവിയാ. ഇത് ഇല്ലാതാക്കാനായി ഈ കളി. ഒടുവിൽ വാതുറന്ന് സംസാരിച്ചു പോയി. എത്ര നാളെ പിടിച്ചു നിൽക്കും? എത്ര നാൾ പിടിച്ചു നിൽക്കും? ഒടുവിൽ സംസാരിച്ചു പോയി. എന്ത് സംസാരിച്ചു? മത്സരികളെ, ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പറയുന്ന വെള്ളം തരണോ? ദൈവത്തെ മഹത്വപ്പെടുത്താത്ത 1-2 അവിവേകത്തിന്റെ വാക്കുകൾ സംസാരിച്ചു പോയി. എന്നാ പോട്ടെ മോശ. യജമാനൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കേണ്ടവരല്ലേ. എന്ത് ശാന്തമായി നോക്കിയപ്പോ. കാരണം പോയി. എന്ത് പോയി? പദവി പോയി. ഇനി ശത്രുവിന്റെ ഒരു കാര്യം നിശ്ചയായി, ഇവൻ കനാൻ ദേശത്തില്ല. ഓ, കർത്താവ് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, എത്ര നാളായി ഈ കാര്യം തുടങ്ങിയിട്ട്. ഹരിദാസ് 2 കാര്യങ്ങൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ നിന്ന് വന്നു. ചില സംസാരങ്ങൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ക്ഷണം യാതൊരു യോഗ്യത ഉണ്ടായിട്ടല്ല, ഞെരുക്കത്തിന്റെ കാഠിന്യം വന്നപ്പോ സംസാരിച്ചു പോയതാ. അത് ഞാൻ അറിയാതെ തന്നെ എന്റെ ഉള്ളമാണ് സംസാരിച്ചത്. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു ആ പെറുപെറുപ്പ്, ആ കാഠിന്യത്തിന്റെ ശബ്ദം. ആർക്കും സംഭവിക്കാതിരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നത്. ദൈവത്തിന്റെ രക്ഷയ്ക്കായി എങ്ങനെ കാത്തിരിക്കണം? മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. കാരണം മിണ്ടിയിട്ട് വേണം എന്തില്ലാതാക്കാൻ? പദവി ഇല്ലാതാക്കാൻ. ആ 62 സങ്കീർത്തനം വായിക്കുമ്പോൾ അറിയാം പിന്നീട് മുഴുവൻ നടന്നതെന്നാണ്. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടണം. അതിനു വേണ്ടി മാത്രമാണ് ഇവന്റെ വാതുറക്കാൻ ഇത്ര ഞെരുക്കുന്നത്.
ഒടുവിൽ മോശയെ പോലെ ഒരു അവിവേകം സംസാരിക്കാൻ, ഒടുവിൽ ഇവന്റെ പദവിയിൽ നിന്ന് പോകാൻ തക്കവണ്ണം ഒരു വാക്ക് ഇവനിൽ നിന്ന് വരാൻ ശത്രു ആശ വെച്ച് പോരാടിക്കൊണ്ടിരുന്നിട്ട് നാളെത്രയായി. ദൈവം ദൈവം കരുതുന്നത് കൊണ്ട് കൃപയാൽ നമ്മൾ നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നു, വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ, കർത്താവേ, ഒറ്റ പ്രാർത്ഥന മാത്രം. കർത്താവേ, നിന്റെ രക്ഷ എന്നിലേക്ക് വന്ന് ഞാൻ ജീവിക്കുന്നത് വരെയും എന്റെ പ്രാണൻ മൗനമായി തന്നെ നിന്നെ നോക്കിയിരിക്കാൻ. അത് മുഖം വെച്ചാലും മുഖം തുപ്പലിലേറ്റാലും പൊടിയോളം തല താഴ്ത്തേണ്ടി വന്നാലും വേണ്ടത്രയാ നിന്നെ അനുഭവിച്ചാലും എന്റെ പദവിയിൽ നിന്ന് എന്നെ തള്ളിയിടുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രമത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, എന്നെ കാത്തുകൊള്ളണം. കർത്താവിന്റെ രക്ഷ ഞാൻ അനുഭവിക്കുന്നവരെയും ഞാൻ കർത്താവിനെ നോക്കി മിണ്ടാതെ മൗനമായി കാത്തിരുന്ന രക്ഷ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ